ഈ നേതാക്കന്മാരൊക്കെ ഖുർആനും സുന്നത്തുമാണെന്ന് പറഞ്ഞാലും ഒരു താരതമ്യം ചെയ്യുമ്പോൾ ഒക്കെ പൊളിയും. കഴിഞ്ഞ റബീഉൽ അവ്വലിന് ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന് സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്ത് നബിദിനത്തിന് തെളിവല്ലേ എന്ന് ചോദിക്കാറുള്ള ആളുകളുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഫബിദാലിക ഫൽയഫ്റഹു നിങ്ങൾ സന്തോഷിക്കുന്നതാണ് ഖുർആൻ പറയുന്നത്. റഹ്മത്ത് എന്ന് പറഞ്ഞ മുത്തുനബി അല്ലേ? അതെ. അപ്പൊ മുത്തുനബിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞ നബിദിനം കഴിക്കണം എന്നല്ലേ? അങ്ങനെയായിരുന്നു ചോദ്യം. പക്ഷെ നോക്കൂ, നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്താലോ? ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയോ നബിദിനം കഴിക്കാനുള്ള തെളിവാണ്? അവിടുത്തെ 23 വർഷക്കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിട്ടില്ല. നബി സ്വന്തം ജന്മദിനം എങ്ങനെയാ കഴിക്കാൻ വിചാരിച്ച് വിട്ടു വിചാരിക്കുക? സഹാബികളോ? 35 വർഷക്കാലത്തോളം ഭരണം നടത്തിയ ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒരാളും സൂറത്ത് യൂനുസിൽ 58-ാമത്തെ ആയത്തിൽ നബിദിനം കഴിക്കാൻ പഠിച്ചോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരി നബിദിനം കഴിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഡസൻ കണക്കിന് ഖുർആൻ തഫ്സീറുകൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരൊറ്റ തഫ്സീറിലും ഈ ആയത്തിന് റബീഉൽ അവ്വൽ 12ന്റെ ജന്മദിനത്തിന്റെ തെളിവാണിത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലായാൽ തന്നെ ഒരു സത്യവിശ്വാസിക്ക് മതി ഇത് ഇവരുടെ ദുർവ്യാഖ്യാനമാണെന്ന് തിരിച്ചറിയാൻ. അവ പഠിക്കണമെന്ന് മാത്രം, ഒന്ന് താരതമ്യം ചെയ്യണമെന്ന് മാത്രം.